നമസ്കാരം. CPM-ന്റെ ഗൃഹസന്ദർശനവും സൗമ്യമായുള്ള ഇടപെടലും ഒക്കെ തന്നെ ചർച്ചയാകുന്ന ഈ ദിവസങ്ങളിൽ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി സഖാവിന്റെ പ്ലേറ്റ് കഴുകലാണ് ചർച്ചാ വിഷയം. ധാരാളം ട്രോളുകളും ഒക്കെ വരുന്നുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമ, മോഹൻലാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആ സിനിമയിലെ രംഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ട്രോളുകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ആ സിനിമയിൽ മോഹൻലാൽ ഒരു വീട്ടിൽ കയറി മീൻകറിയൊക്കെ അടുക്കളയിൽ കയറി എടുത്ത്, പാവപ്പെട്ട ഒരു വീട്ടിൽ കയറി എടുത്ത് കഴിക്കുന്ന രംഗമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ട ആ ഒരു നമ്പറുകളാണ് അതൊക്കെ. നിരവധി സിനിമകളിൽ ഇതുപോലെ പാവപ്പെട്ട വീട്ടിലൊക്കെ കയറി കുട്ടികളെ എടുക്കുക, അവരെ ശൗചം ചെയ്യിക്കുക, കുളിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ സിനിമയിലും നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അതോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ബേബി സഖാവിനെ എല്ലാവരും ട്രോളുന്നത്. ഈ ഒരു പരിപാടിക്ക് പിന്നിൽ MV നികേഷ് കുമാർ എന്ന നികേഷ് കനഗോലു എന്ന് പറഞ്ഞത് സുനിൽ കനഗോലുവിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. സുനിൽ കനഗോലു ആണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ. ഇപ്പോൾ CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി AKG സെന്ററിൽ ഇരുന്ന് മാധ്യമപ്രവർത്തകൻ കൂടിയായ നികേഷ് കനഗോലു അല്ലെങ്കിൽ MV നികേഷ് കുമാർ, MV രാഘവന്റെ മകൻ. അദ്ദേഹം പണ്ട് കിണറ്റിൽ ഇറങ്ങിയതും, അഴീക്കോട് മണ്ഡലത്തിൽ കിണറ്റിൽ ഇറങ്ങിയതും ഒക്കെ തന്നെ കിണറേഷ് എന്നൊക്കെ ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അതായത് എന്ത് വില കുറഞ്ഞ തന്ത്രങ്ങളും ഈ ഒരു കാലത്തും CPM പയറ്റുന്നു എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ് ആ പാർട്ടിയെ കുറിച്ച്. ഇപ്പോൾ ബേബി സഖാവ് അവനവൻ കഴിച്ച പാത്രമൊക്കെ കഴുകി വെക്കുന്ന ആളാണ് എന്ന് കഴിഞ്ഞ ദിവസം MV ജയരാജൻ പറഞ്ഞു. തീർച്ചയായിട്ടും ബെറ്റി ചേച്ചിക്ക്, ബെറ്റി ലൂയിസ് ബേബി, MA ബേബി സഖാവിന്റെ സഹധർമ്മിണി, നമ്മുടെയൊക്കെ സുഹൃത്താണ്, മാധ്യമ പ്രവർത്തകയായിരുന്നു. ചേച്ചിക്ക് ഏതായാലും എല്ലാവിധ സഹായങ്ങളും ബേബി സഖാവ് ചെയ്തു കൊടുക്കുന്നു. പാത്രം കഴുകി വെക്കുന്നു, അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ സഹായിക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. പക്ഷേ CPM-ന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്ത് വില കുറഞ്ഞ പരിപാടി, പാത്രം കഴുകൽ വില കുറഞ്ഞ പരിപാടിയാണെന്നല്ല പറയുന്നത് കേട്ടോ. ഓരോ വീടുകളിൽ കയറി കാണിക്കുന്ന ഇത്തരം അഭിനയങ്ങൾ, ഇത്തരം നമ്പറുകൾ, ഇത്തരം സർക്കസുകളൊക്കെ കാണുമ്പോഴാണ് ലജ്ജ തോന്നുന്നത്. അല്ലാതെ CPM പ്രവർത്തകരോ മറ്റോ പ്ലേറ്റ് കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഇപ്പോൾ ഗൃഹസന്ദർശനം നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ആളുകളെ പറ്റിച്ച് ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കയ്യിലെടുക്കാനുള്ള നമ്പറുകളുമായിട്ടാണ് CPM ഗൃഹസന്ദർശനം തുടരുന്നത്. പലരും വളരെ രൂക്ഷമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അയ്യപ്പ സംഗമവും സ്വർണ്ണക്കൊള്ളയും ഒക്കെ തന്നെ ചർച്ചാ വിഷയമാകുന്ന ഈ വേളയിൽ വളരെ രൂക്ഷമായി സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. വളരെ ക്ഷമയോടെ അതൊക്കെ കേട്ട് കൃത്യമായി അവനവന് പറ്റുന്ന ന്യായീകരണ മെഴുകൽ നടത്തി മര്യാദയ്ക്ക് ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകാനാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ ഭാഗമായി ഇനി പലരും പാത്രം കഴുകാനും അതുപോലെ അരിയിടിക്കാനും ചമ്മന്തിക്ക് കടുകുറക്കാനും ഒക്കെ സഹായിക്കും. അപ്പം ട്രോളുകൾ ധാരാളം വരുന്നുണ്ട്. ഒരുത്തൻ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോയിട്ടുണ്ട് ഫ്രീ ആയിട്ട് എന്ന് പറയുന്നു. റഹീമിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ ഒരു ട്രോൾ. അങ്ങനെ ഇപ്പോൾ CPM വെറും ഒരു ട്രോൾ പാർട്ടിയായി മാറിയിരിക്കുന്നു. ജനകീയ പാർട്ടിയോ അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനമോ ഒക്കെ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന CPM ജനറൽ സെക്രട്ടറി അടക്കം ഇങ്ങോട്ട് എല്ലാ നേതാക്കളും അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നു, നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. അതിലൊന്നും ഈ കനഗോലുവായ നികേഷ് കുമാറിന് ഒന്നും പറയാനില്ലേ. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങളൊക്കെ തന്നെ പയറ്റുകയാണ്. നേരത്തെ തന്നെ പറഞ്ഞു, PR വർക്ക് നടത്തുന്ന ഏജൻസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് മാറ്റിപ്പിടിക്കുന്നത് നന്നായിരിക്കും CPM-ഉം പിണറായി വിജയനും. എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ എറിയുന്ന പന്തുകളൊക്കെ തന്നെ തിരിച്ചു വരുന്ന പരിപാടിയിലേക്ക്, ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന പരിപാടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മുഖം മിനുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മുഖം കൂടുതൽ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവെ ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും CPM-ന്റെ ആ ഒരു തകർച്ച ഏതാണ്ട് സമ്പൂർണമായിക്കൊണ്ടിരിക്കുകയാണ്. CPM എന്ന പാർട്ടി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ CPM വിട്ട് BJP-യിലേക്കും മറ്റു പാർട്ടികളിലേക്കും അനുദിനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാർട്ടിയുടെ ആ ഒരു വിശ്വാസ്യതയും പാർട്ടിയിലുള്ള പ്രതീക്ഷയും ഒക്കെ തന്നെ പ്രവർത്തകർക്കടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനിടയിലൂടെയാണ് ഇത്തരം കോമാളിത്തരങ്ങളുമായിട്ട് ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇറങ്ങിത്തിരിക്കുന്നത്. പലരോടും പാത്രം കഴുകാനും ഗ്ലാസ് കഴുകി വെക്കാനും അല്ലെങ്കിൽ മുറ്റം തൂത്ത് കൊടുക്കാനും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അത് ഞാൻ അല്പം കടത്തി പറഞ്ഞതാണ്, അതിശയോക്തി കലർത്തി പറഞ്ഞതാണ്. എന്നാലും ഇതൊക്കെ തന്നെ ചെയ്യും. അപ്പോൾ CPM-കാരെ സ്വീകരിക്കാനായി
വീട്ടമ്മമാർ കാത്തിരിക്കുന്നു. ധാരാളം പാത്രങ്ങൾ കഴുകാനുണ്ടാകും, ധാരാളം വീട്ടുജോലികൾ മറ്റു ജോലികൾ ചെയ്യാനുണ്ടാകും, കൊച്ചുകുട്ടികളെ കുളിപ്പിക്കാനും ഒക്കെ ഉണ്ടാകും. ഒക്കെ ചെയ്തു തരും. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി 3ാം പ്രാവശ്യവും അധികാരത്തിൽ ഏറാൻ വേണ്ടി ഇത്തരം കളികളുമായി CPM വീണ്ടും കളം നിറയുകയാണ്. പക്ഷേ ഒരു ട്രോൾ പാർട്ടിയായി, മറ്റുള്ളവർക്ക് പരിഹസിക്കാനുള്ള ഒരു പാർട്ടിയായി CPM മാറിയതിൽ നമുക്കും ദുഃഖമുണ്ട്. ധാരാളം വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ധാരാളം പേർ ഈ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു. നമുക്കൊക്കെ തന്നെ പ്രിയപ്പെട്ട ധാരാളം നേതാക്കൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി ഒരു കളിയാക്കൽ പ്രസ്ഥാനമായി, അല്ലെങ്കിൽ സ്വയം അപഹാസ്യരാകുന്ന പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തന്നെ കുറെ PR പരിപാടികളും ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ മാതൃഭൂമിയിൽ, മനോരമയിലടക്കം ഇവിടുത്തെ റോഡുകളുടെ വികസനത്തെ കുറിച്ചൊക്കെ ചില പരസ്യങ്ങളൊക്കെ കണ്ട്, ഹാഫ് പേജ് പരസ്യമാണ്. എല്ലാം ദേശീയപാതകളാണ്. ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റും നിതിൻ ഗഡ്കരിയും ഒക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്, ചെയ്യുന്നത്. പക്ഷേ എല്ലാം മരുമകന്റെയും അമ്മായിയപ്പന്റെയും അക്കൗണ്ടിൽ പെടുത്തി ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമവും ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. ആകെ ഒരു ട്രോൾ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു പറ്റിക്കൽ പാർട്ടിയായി, പറ്റിക്കാൻ മാത്രം അറിയാവുന്ന, ജനങ്ങളെ പരിഹസിക്കാനും പറ്റിക്കാനും ഭീഷണിപ്പെടുത്താനും മാത്രം അറിയാവുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു എന്നതിൽ നമുക്കും സങ്കടമുണ്ട് സത്യം.